ആ ഷൂട്ട് ഫ്ലോറിന്റെ ഒരു മൂലയിൽ ഒരു പേപ്പറും പേനും എടുത്ത് എഴുതാനിരിക്കുമ്പോൾ എനിക്ക് തന്നെ പിന്നീട് തോന്നാണ്ടത് ഞാൻ എഴുതിയതാണോ സുരേട്ടൻ പറഞ്ഞല്ലോ, ഈ എന്തോ ഒരു അപൂർവമായിട്ടുള്ളൊരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ ഇതിലൊരു അത്ഭുതമുണ്ട്. കാരണം നമ്മുടെ ശ്രമമാണെങ്കിലും നമ്മുടെ ആഗ്രഹമാണെങ്കിലും ഒക്കെയും ഇതിന് ഇത്രയും പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റണമെങ്കിൽ എവിടെ എന്തൊരു സപ്പോർട്ട് ഉണ്ട്. അതെന്താ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നറിയില്ല. ഇത്രയും പാട്ടുകൾ ഓരോന്നായിട്ട് പരിശോധിക്കുമ്പോഴേ അതിൽ വാക്കുകളും വരികളും, ഇപ്പൊ ഇടുക്കിയെ കുറിച്ചൊരു പാട്ട് എഴുതുന്നു, ഡാമിനെ കുറിച്ച്, തമിഴ്നാടിനെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ ഇതൊക്കെയും സുധീർ പറവൂർ എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രയും റിസർച്ചിന്റെ പുറത്തല്ലല്ലോ ഇത് എഴുതുന്നത്. തീർച്ചയായിട്ടും. ഇത് നമ്മൾ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഭൂമിശാസ്ത്രം ഒക്കെ പഠിച്ചിട്ടല്ലത് എഴുതാനിരിക്കുന്നത്. അവിടെ അങ്ങനെ സംഭവിക്കുന്ന ഒരു അനുഗ്രഹമാണിത്. ഇനി തുടരുന്നത് അല്ല, അത് കറക്റ്റാണ് ഈ പറഞ്ഞ പോലെ. ഞാനും ഓർക്കാറുണ്ട് ഇത്. ഇതിന്റെ മെയിനായിട്ട് എപ്പോഴാണ് കണ്ടുപിടിക്കാൻ ഇതിന്റെ കമന്റുകൾ വരും പിന്നീട്. അപ്പൊ ചിലര് പറയും എന്ത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് എന്ത് അർത്ഥമാണ് അതിനൊക്കെ നോക്കിയെന്ന് പറയുമ്പോഴേ ചില പാട്ടുകൾ അങ്ങനെ ഉണ്ട്. അതായത് പക്ഷേലെ പാട്ട് പാടിയപ്പോഴാണ് സൂര്യാംശു ഓരോ വിഷാംശമോരോ പഴത്തോടിലും തേച്ചു പിടിപ്പിച്ചുവോ, ഹേമന്ത് തന്നൊരു ഫ്രൂട്ട് സലാഡിൽ കാർബണിന്റെ ഹോർമോണുകൾ, എൻ്റെ വൈഫിന്റെ പ്രാർത്ഥന ഒന്നു മാത്രം, ജീവിച്ചിരിക്കുന്നു ഞാൻ ഭൂമിക്കു ഭാരമായി. പിന്നെ ഇതിൽ കാര്യം നമ്മൾ സ്റ്റോറി പറയുന്നത് 4 വരിയില് തുടങ്ങി പാടി 4ാമത്തെ വരിയിൽ കൺക്ലൂഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞൊരു പണിയുണ്ട്. അതിപ്പോ കുഞ്ഞിപ്പുഴ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ. കുഞ്ഞിപ്പുഴ, അതെ. ചെല്ലപ്പൻ ചേട്ടാ ചായക്കടയിൽ എന്തുണ്ടു തിന്നാൻ, ഉച്ചക്കത്ത ചോറും ചാറും ഉരുട്ടിപ്പൊരിച്ചോരു കിടിലൻ ബോണ്ട തരാം, തങ്കം പോലുള്ളൊരു ബോണ്ട പൊള്ളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, ബോണ്ടക്കകത്തുള്ള പുഴുക്കൾ അങ്ങനെ കളികളായി ചിരികളായി വിളികളായി. ഓ, ഈ ബോണ്ടർ ഉള്ളിൽ ഈ ഒരു കുറെ പുഴുക്കൾ ഇങ്ങനെ ഒരു കളിയും ചിരിയൊക്കെ ഉണ്ട്. ആരോ കഴിച്ച് കഴിക്കണം. ഒരു സാങ്കല്പിക ലോകം തന്നെ തെളിഞ്ഞു വരുന്നില്ലേ.